പത്തനംതിട്ടയിലെ പുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കോടതിയിലാണെങ്കിൽ വക്കീൽ മുത്തശ്ശിയെടുത്ത് ചോദിക്കുകയാണ്, എത്ര നാളായി അടിമയായിട്ട് അങ്ങോട്ട് വന്നിട്ടെന്ന്. മുത്തശ്ശിക്കൊന്നും മനസ്സിലാവുന്നില്ല. മുത്തശ്ശി ചോദിക്കുകയാണ്, വീണ്ടും ചോദിക്കുകയാണ്, എത്ര നാളായി അടിമയായിട്ട് അങ്ങോട്ട് വന്നിട്ട്. മുത്തശ്ശി അതെന്തുവാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതും പിന്നെ വിവാഹം കഴിച്ചിട്ട് എത്ര നാളായി അങ്ങോട്ട് വന്നിട്ടെന്നാണ് ചോദിക്കുന്നത്. അവിടുത്തെ സ്ത്രീകളെല്ലാം അടിമകളാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചതെന്ന് പറയാണ്. അപ്പം മുത്തശ്ശി പറയാണ്, ഞാൻ ഒരിക്കലും അവിടെ അടിമയല്ല. ഞാൻ എൻ്റെ ഭർത്താവിനെ സ്നേഹിച്ചും ബഹുമാനിച്ചും അതുപോലെ തന്നെ ഭർത്താവ് പറയുന്നതും കേട്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത്. ഒരിക്കലും അദ്ദേഹം പറഞ്ഞിട്ടല്ല ഞാൻ അങ്ങനെ ജീവിക്കുന്നത്. അതുപോലെ തന്നെ എന്നെയും തിരിച്ച് ബഹുമാനിക്കുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ അത്രയും അടുപ്പത്തോടെയാണ് ജീവിക്കുന്നതെന്നൊക്കെ മുത്തശ്ശി പറയുകയാണ്. ഇങ്ങനെ ജീവിക്കുന്ന ഭാര്യയും ഭർത്താക്കന്മാർ ഒരു കുടുംബത്തിൻ്റെ അടിസ്ഥാനമാണെന്നൊക്കെയാണ് മുത്തശ്ശി ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. അപ്പോൾ വക്കീൽ പറയുന്നത്, ശരി എങ്കിൽ നിങ്ങളുടെ കൊച്ചുമോൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന ആ പെൺകുട്ടിയെ നിങ്ങളുടെ നിർദ്ദേശപ്രകാരം കൊച്ചുമോൻ കണ്ണെടുത്തടിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് നിഷേധിക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം മുത്തശ്ശി പറയുന്നത്, എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്, അങ്ങനെ നടന്നിട്ടുള്ള സംഭവം പോലുമല്ല, പിന്നെന്താ അങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ മുത്തശ്ശി ചോദിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശിയെ പരമാവധി എങ്ങനെ ദ്രോഹിക്കുമോ ആ രീതിയിലൊക്കെ നമ്മുടെ വക്കീൽ അവിടെ നിന്ന് ദ്രോഹിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടുകൊണ്ട് അവിടെ മുത്തശ്ശന് വളരെയേറെ സങ്കടമുണ്ട്. കാരണം മുത്തശ്ശി ഇത്രയും കോടതിയിലിട്ട് ബുദ്ധിമുട്ടിക്കുന്നതുകൊണ്ട് മുത്തശ്ശന് വളരെ സങ്കടമുണ്ട്. അപ്പം നവീൻ എണീച്ച് പറയാണ്, ഇത്രയും പ്രായമായ ഒരാളെ ഇങ്ങനെ കോടതിയിൽ ബുദ്ധിമുട്ടിക്കില്ലെന്നൊക്കെ പറയാണ്. അപ്പോൾ ജഡ്ജി പറയാണ്, ഇത് കോടതിയിൽ സർവ്വസാധാരണമാണല്ലോ എന്നൊക്കെ ജഡ്ജിയും പറയുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വേണുവിനും അനാമികയ്ക്കും വളരെ സന്തോഷമാണ്. വേണു പറയുകയാണ്, ഈ സമയത്ത് 50 അല്ല 100 കോടി ചോദിച്ചാലും ആ മൂർത്തി സാറ് തരും എന്ന് നമ്മുടെ വേണു പറയുകയാണ്. അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അടുത്ത വിസ്തരിക്കാൻ വിളിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ്. ദേവയാനിയോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ മകൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോൾ മരുമകളുടെ മുഖം മറച്ചാണ് അങ്ങോട്ട് വന്ന കാര്യം ചോദിക്കുകയാണ്. ആ കാര്യമൊക്കെ ചോദിക്കുകയാണ്. ആ കാര്യങ്ങൾ നമ്മുടെ ദേവയാനിയെ നാണം കെടുത്തുകയാണ്. അപ്പം നിങ്ങളുടെ മരുമകൾ അങ്ങനെ മുഖം മറച്ചാണല്ലോ അങ്ങോട്ട് വന്നത്, അതിൻ്റെ ഒരു വെറുപ്പും വിദ്വേഷവും നിങ്ങൾക്ക് ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ദേവയാനി പറഞ്ഞാൽ, ആദ്യം എനിക്ക് വെറുപ്പുണ്ടായിരുന്നു, അത് സത്യമാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ മരുമകളോട് എനിക്കൊരു വെറുപ്പുമില്ല. അപ്പം അതെന്താ അത്രയും പെട്ടെന്ന് വെറുപ്പൊക്കെ അങ്ങ് മാറിയത്? നിങ്ങൾക്ക് ഇടയ്ക്ക് വെച്ചൊരു കരൾ രോഗം വന്നായിരുന്നല്ലോ, അത് ശരിയല്ലേ? അതെ, എനിക്കങ്ങനെ വന്നായിരുന്നു എന്ന് നമ്മുടെ ദേവയാനി പറയുകയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടായി ഉണ്ടായെന്ന് ചോദിക്കുകയാണ്. അത് ഈ പാല് കുടിച്ചു വഴി നിങ്ങളുടെ മരുമകൾ കാച്ചി വെച്ച പാല് നിങ്ങൾ കുടിച്ചു, ആ വഴിയല്ലേ നിങ്ങൾക്കത് വന്നത്. അപ്പം പറയാണ്, അപ്പോൾ നിങ്ങളെ മരുമോളല്ലേ നിങ്ങൾക്ക് അത് വിഷം കലർത്തി തന്നത്, അങ്ങനെയല്ലേ നിങ്ങൾക്ക് കരൾ രോഗം വന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം ഒരിക്കലുമല്ല, എൻ്റെ മരുമകളല്ല അതിനകത്ത് വിഷം കലർത്തി, അനാമികയുടെ അമ്മയും കൂടാണ് വിഷം കലർത്തിയത്, അതുവഴിയാണ് എനിക്ക് കരൾ രോഗം വന്നത്. എൻ്റെ മരുമകൾ തന്നെയാണ് എനിക്ക് കരളും തന്നതെന്ന് ദേവയാനി പറയുകയാണ്. അപ്പോൾ അതിന് ശേഷമല്ലേ നിങ്ങൾക്ക് മരുമകളോട് സ്നേഹം വന്നത്. അപ്പം നിങ്ങൾ മിനിമം ഒരു കരളെങ്കിലും തന്നാലേ നിങ്ങൾക്കൊക്കെ മരുമക്കളോട് സ്നേഹം വരത്തുള്ളൂ. അതാണ് അനന്തപുരിയുടെ അവസ്ഥ എന്നൊക്കെ നമ്മുടെ വക്കീൽ വാദിക്കുകയാണ്. മാത്രമല്ല, ആ പാല് നിങ്ങൾക്ക് വേണ്ടി കാച്ചി വെച്ചതല്ല, മരുമകളെ സ്വന്തം ചേച്ചിക്ക് വേണ്ടി കാച്ചി വെച്ചതാണ്. അപ്പോൾ ആ ചേച്ചി നവ്യ ഗർഭിണിയായത്, നവ്യയുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടിയല്ലേ ഈ വിഷം ചേർത്ത് എന്ന് ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ നവ്യ എണീച്ച് പറഞ്ഞാൽ, അതെന്ത് പറച്ചില്ല, അങ്ങനെയൊന്നും ചെയ്യത്തില്ല, സ്വന്തം ചേച്ചിയുടെ കുഞ്ഞിനെ ആരാണ് കൊല്ലാൻ ശ്രമിക്കുന്നതെന്ന് നവ്യ ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ വക്കീൽ പറയുകയാണ്, എതിർഭാഗം വക്കീൽ പറയുകയാണ്, അത് നവീൻ സാറിന് അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞുകൂടാത്തതുകൊണ്ട്, ഇപ്പോഴത്തെ തലമുറയിലെ പിള്ളേർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് സ്വന്തം മക്കളെ വരെ കൊല്ലുന്ന കാലം, അപ്പോഴാണോ ചേച്ചിയുടെ മക്കളെ എന്ന് ചോദിക്കണം. അതൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ മുതിർന്ന കാരണവന്മാരുടെ അടുത്തൊക്കെ ചോദിക്കണം. അപ്പോൾ അവർ പറഞ്ഞു തരും ഇക്കാര്യങ്ങളെല്ലാം എന്ന് നമ്മുടെ വക്കീൽ നവീനെയും കളിയാക്കി പറയുന്നുണ്ട്. നമ്മുടെ വക്കീൽ വീണ്ടും പറയണം, അപ്പോൾ ചേച്ചിയുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നിങ്ങളുടെ മരുമകൾ ചെയ്തതാണ്. തനിക്കൊരു കുഞ്ഞാവുന്നതിന് മുമ്പ് ചേച്ചിക്ക് കുഞ്ഞായതിൻ്റെ അസൂയ മൂലമാണ് ഇതൊക്കെ ചെയ്തതാണ്. അപ്പം അത് നിങ്ങൾ അബദ്ധവശാൽ ആ പാലെടുത്ത് കുടിച്ചു, അപ്പം അങ്ങനെയാണ് നിങ്ങൾക്ക് കരൾ രോഗം വന്നത്. അപ്പോഴും നമ്മുടെ ദേവേനി പറയാണ്, എനിക്കിത് കലക്കി തന്നത് എൻ്റെ മരുമകളല്ല, വേണുവിൻ്റെ ഭാര്യ രേവതിയും അനാമികയും കൂടെ ആണെന്നാണ് ദേവേനി പറയാണ്. അതിനെന്തെങ്കിലും തെളിവുണ്ടോ? ഒരു തെളിവും ഇല്ല, പിന്നെന്താ നിങ്ങളിങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുന്നു. അപ്പം നമ്മുടെ ദേവേനി പറയണം, തെളിവില്ലെങ്കിലും അത് തന്നെയാണ് സത്യം എന്ന് പറയാണ്. അപ്പം നമ്മുടെ വക്കീൽ പറയാണ്, കോടതിക്ക് ആവശ്യം തെളിവാണ്, അല്ലാതെ പറഞ്ഞതുകൊണ്ട് ആർക്കും ആരുടെ മുന്നിൽ എന്നും പറയാം, പക്ഷേ തെളിവില്ലാതെ ഒരു കാര്യവും നടക്കത്തില്ലെന്നാണ് നമ്മുടെ വക്കീൽ പറയുന്നത്.
പിന്നെ നമ്മുടെ മൂർത്തി സാറിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ ചോദ്യം ചെയ്യുമ്പം മൂർത്തി സാറ് പറയുകയാണ്, ഇവിടെ കോടതിയിൽ പറയുന്നതെല്ലാം കള്ളത്തരമാണെന്ന് പറയുകയാണ്. അപ്പം വക്കീൽ പറയാണ്, കാശുള്ളവർ വന്നിട്ട് കാശുള്ളവരെ വാദിക്കുമ്പോൾ അവരും വക്കീൽ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുകയാണ് ചെയ്യുന്നത്. അല്ലാതെ സാറ് അവരെ വക്കീൽമാരെ പഠിപ്പിക്കാനൊന്നും നിൽക്കണ്ടെന്ന് മുത്തശ്ശനോട് പറയുകയാണ്. അങ്ങനെ മുത്തശ്ശനെയും കുറേ ചോദ്യമൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പം അവർ പറയുന്നത് ആനന്ദമൂർത്തിയും കുടുംബവും മരുമക്കളെ ദ്രോഹിക്കുകയാണ്. അതുകൊണ്ടാണ് തൻ്റെ കക്ഷിയായ അനാമിക അവിടുന്ന് രക്ഷപ്പെട്ട് ഓടിയതെന്നാണ് പറയുന്നത്. അവിടുത്തെ മരുമക്കളെ എല്ലാവരെയും കഷ്ടപ്പെടുത്തുകയാണെന്നാണ് നമ്മുടെ വക്കീൽ പറയുന്നത്. അപ്പം നയന പറയുന്നുണ്ട്, അങ്ങനെ ചെയ്തെന്ന് പറയേണ്ടത് ഞങ്ങളല്ലേ, ഞങ്ങൾ ഒരിക്കലും ആ വീട്ടിൽ ദ്രോഹിച്ചിട്ടില്ല, അത് ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളെന്ന്. അപ്പോൾ വക്കീൽ പറയാണ്, അത് നിങ്ങൾ പഠിച്ചു വന്ന് പറയുന്നതാണ്. കാരണം നിങ്ങൾക്കറിയാം തിരിച്ച് ചെല്ലുമ്പോൾ ചിലപ്പോൾ നിങ്ങളെ അവിടെ കേട്ടില്ലെങ്കിലും അത് പേടിച്ചാണ് നിങ്ങളിതൊക്കെ പറയുന്നതെന്നാണ് നമ്മുടെ വക്കീൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ മുത്തശ്ശൻ പറയാണ്, എൻ്റെ സ്ഥാപനത്തിലെ ഇഷ്ടംപോലെ സ്ഥാപനമുണ്ട്, അവിടുത്തെ ഒരു ജീവനക്കാരോ എന്നെ അറിയാവുന്നവരോ ആരും പറയത്തില്ല ഞാൻ അവരോട് സ്നേഹത്തോടെ അല്ല അവരെ ദ്രോഹിക്കുകയാണെന്ന്. എൻ്റെ സ്വഭാവം അറിയാവുന്നവർ ആരും പറയത്തില്ല എന്ന് പറയാണ്. അപ്പം ഞാൻ അതേപോലെ ഒത്തിരി ചാരിറ്റിയൊക്കെ നടത്തുന്നുണ്ടെന്നൊക്കെ മുത്തശ്ശൻ പറയണം. അപ്പം പറയാണ് കാശുള്ളവർ അങ്ങനെ പല ചാരിറ്റി നടത്തും, അവരെ കള്ളത്തരങ്ങൾ ഒളിപ്പിക്കാൻ ചാരിറ്റി ഒരു മുഖ്യ കാരണമാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ ശമ്പളം വാങ്ങിച്ചിട്ട് ഒരിക്കലും അവർ നിങ്ങളെ കുറ്റം പറയത്തില്ല, ഇതൊക്കെ സ്വാഭാവികമാണെന്നൊക്കെ പറഞ്ഞ് വക്കീലങ്ങ് വാദിച്ച് തകർക്കുകയാണ്. പിന്നെ അനിയടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ കർണത്തടിച്ചോന്ന്. അപ്പോൾ അനി പറയുന്ന അടിച്ചു, അത് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ മുത്തശ്ശനെ അത്ര തരം താഴ്ത്തി സംസാരിച്ചത് കൊണ്ടാണ് ഞാൻ എൻ്റെ മുത്തശ്ശന് വേണ്ടിയാണ് അവൻ അടിച്ചതെന്ന് പറയണം. അപ്പം നമ്മുടെ വക്കീൽ പറഞ്ഞു, ഇപ്പം മനസ്സിലായാലും അവരുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ, അവിടുത്തെ സ്ത്രീകളെ എല്ലാം അവരുടെ അടിമകളാക്കിയാണ് വെച്ചിരിക്കുന്നത്, അതുപോലെ അവർ ദേഹോപദ്രവം ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ കക്ഷിയുടെ സ്ഥാനത്ത് ന്യായമുണ്ടെന്നും എൻ്റെ കക്ഷിക്ക് നീതി വേണമെന്ന് അപേക്ഷിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വക്കീൽ വാദിക്കുകയാണ്. അപ്പോഴത്തേക്ക് കോടതിയാണെങ്കിൽ പറയുകയാണ്, ഇതിൻ്റെ തുടർവാദം വേറെ ദിവസത്തേക്ക് മാറ്റി വെച്ചേക്കുന്നതെന്നും പറയാണ്. അങ്ങനെ കോടതിയുടെ പുറത്ത് വേണു അനാമയും കൂടെ നിൽക്കുകയാണ്. അപ്പം വേണു പറയാണ്, അകത്തൊരു പൂരം കണ്ട മാതിരിയായിരുന്നു, മിക്കവാറും ഇന്ന് തന്നെ അവർ കോംപ്രമൈസിന് വരും, നമ്മൾ ചോദിക്കുന്നതൊക്കെ കിട്ടുമെന്ന് പറയുന്നത്. അപ്പോൾ അനാമിക പറയാണ്, ആ മുത്തശ്ശൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് ഇപ്പോഴേ ചിന്തിക്കാൻ പറ്റത്തില്ല, ചിലപ്പോൾ അയാൾ നമ്മളെ ഇവിടെ ഇട്ട് തല്ലും. അപ്പോൾ വേണു പറയാം, തല്ലുന്നെങ്കിൽ അങ്ങ് തല്ലട്ടെ, നമുക്ക് ആവശ്യം പൈസ ഇല്ലേ, നമ്മുടെ ആവശ്യങ്ങൾ നടക്കട്ടെ എന്ന് വേണു പറയാണ്. അപ്പോഴാണ് ഈ മുത്തശ്ശനും മറ്റുള്ളവരെല്ലാം ഇറങ്ങി വരികയാണ്. അപ്പോൾ മുത്തശ്ശനാണെങ്കിൽ അങ്ങോട്ട് വന്നപ്പോൾ വേണു പറയാണ്, സാർ നിങ്ങളെ ഞങ്ങൾ ദ്രോഹിക്കണമെന്ന് വിചാരിച്ചില്ല, പക്ഷെ ഞങ്ങളുടെ സാഹചര്യം കൊണ്ടാണ് നിങ്ങൾ ദ്രോഹിച്ചതെന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് അടിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, കേസ് തോറ്റ ഞങ്ങൾ അന്തസ്സായിട്ട് ജയിലിൽ പോകും, അതിനൊരു ഞങ്ങൾക്ക് നാണക്കേടില്ല, പക്ഷെ അത് കഴിഞ്ഞ് വേണു നീയും നിൻ്റെ മകളും ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കുന്നതെന്ന് കാണാം, അതിന് വേണ്ടുന്നതൊക്കെ ഞാൻ ചെയ്തു വെച്ചിരിക്കുമെന്ന് പറയാണ്. ഇത് കേട്ട് വേണു അനാമികനെ അന്തം വിട്ട് നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത്. എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.